വെൽക്കം ടു സ്മോൾ ഫിൻസ് അക്വേറിയം. നിങ്ങൾക്കെല്ലാം അക്വേറിയങ്ങൾ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ അക്വേറിയങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലാന്റഡ് അക്വേറിയം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്കൊരു സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ ഒരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതൊരു ചെറിയൊരു അക്വേറിയമാണ്, സിമ്പിൾ ആയിട്ടുള്ളത്, അല്ലാതെ ഹെവി മെയിൻ്റനൻസ് ഉള്ള ഒരു അക്വേറിയം ഒന്നും അല്ല. ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് എങ്ങനെ ഒരു ചെറിയൊരു പ്ലാന്റഡ് അക്വേറിയം ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ അക്വേറിയം ഉണ്ടാക്കാൻ പ്ലാന്റഡ് അക്വേറിയം ആകുമ്പോഴത്തേക്കിനും പ്ലാന്റ്സ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാന്റ്സ് ആണ്. നേരത്തെ മേടിച്ചതിൻ്റെ കുറച്ച് എടുത്തു വെച്ചിരുന്നത് കുറച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു പ്ലാസ്റ്റിക് ചട്ടിയിൽ, അവർ തരുന്ന ഒരു പ്ലാസ്റ്റിക് ചട്ടിയിൽ നമ്മൾ ഈ അക്വേറിയം ഷോപ്സിൽ പോകും, ആ ഒരു ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ വെക്കാനാണ്, അല്ലാതെ വെക്കാൻ നോക്കുന്നില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോ മെയിൻ്റനൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അതിൻ്റെ അകത്തുനിന്ന് ഫിഷിനെ മാറ്റണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാവുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പ്ലാന്റ് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറയുന്ന ഒരു ഫിഷ് ടാങ്ക് ആണ്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസിലുള്ള ഒരു ഫിഷ് ടാങ്ക് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഇരുന്ന ഒരു ടാങ്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത് ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, എന്നാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് പായലുള്ളത്, അതിൻ്റെ ആ ഒരു വോളിലത്തെ പായൽ മാത്രമേ ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. കാരണം കുറച്ച് പായൽ ഉള്ളത് തന്നെയാണ് നല്ലത്. അത് മീനിന് ഒരു ഫുഡുമാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള ആ എക്കോസിസ്റ്റം അതൊന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയ അങ്ങനത്തെ ഒക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി ആ ഒരു രീതിയിൽ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കല്ലുകളാണ്. അത് ഞാൻ വലുതും ചെറുതും രണ്ടതുമായിട്ടുള്ള കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇപ്പം ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ ഒരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത പ്ലാന്റഡ് അക്വേറിയം. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അപ്പോൾ ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചേക്കുന്ന അതെല്ലാം നമ്മുടെ ഈ വീടിന് ചുറ്റുപാടൊന്നും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി വേറൊരു കോസ്റ്റ് മുടക്കിയിട്ടൊന്നുമില്ല. അക്വേറിയത്തിൽ സാൻഡോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം അക്വേറിയം ഉള്ളവർക്കൊക്കെ അറിയാം, ഇപ്പം നമുക്ക് പ്രോപ്പർ ഫിൽട്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഒരു ഇതിലാണ് ഞാൻ സാൻഡൊന്നും ഉപയോഗിക്കാതെ കുറച്ച് വലുതായിട്ടുള്ള കല്ലുകൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. ട്യൂബിട്ടാണെങ്കിലും ഇതിൻ്റെ അകത്തെ വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലാന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് നമ്മൾ
അതിന്റെ ഗ്രൗണ്ടിലോട്ടൊന്നും നട്ടൊന്നും വെച്ചിട്ടില്ല. നമ്മൾ ആ അക്വേറിയം ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ചട്ടി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ചട്ടി, അതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മെയിൻ്റനൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയ അക്വേറിയമാണ്. അപ്പൊ നെറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ പ്ലാന്റ്സ് നട്ടതും എല്ലാം ആ കൂടെ ഡിസ്റ്റർബ് ആവും. അപ്പൊ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് നട്ട് വെക്കാതെ തന്നെ വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ വരാം ഫിഷ് എല്ലാം നല്ല ആക്റ്റീവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഫിഷ് ഇട്ട് കഴിഞ്ഞ് ഫിഷിന് കുഞ്ഞുണ്ടാവുകയും ചെയ്തു. നമ്മൾ pH കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് മീനെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പ്ലാന്റ്സും റോക്സും അതെല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് pH കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഫിഷിനെ ഇതിൻ്റെ അകത്തോട്ട് വിട്ടത്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്കൊരു ചെറിയൊരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കുന്നത്, അതായത് എൻ്റെ രീതിയിലുള്ള ഒരു പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചെറിയൊരു അക്വേറിയം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാനോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ ഫിഷ് റിലേറ്റഡ് കണ്ടന്റ്സ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട please do like, comment and share and subscribe to my channel. Happy fish keeping guys. Thank you.